ഒരു കുടുംബം, ഒരു വീട്, പിന്നെ കേരളം ഒരിക്കലും മറക്കാത്ത ഒരു കുറ്റകൃത്യം. തിരുവനന്തപുരം നഗരത്തിലെ നന്ദൻകോട് പ്രദേശം പതിവ് പോലെ ശാന്തമായിരുന്നു. എന്നാൽ ഒരു വീട്ടിൽ നിന്നുയർന്ന കറുത്ത പുക ആ ശാന്തതയെ തകർത്തു. കേരളം മുഴുവൻ ഞെട്ടിപ്പോകുന്ന ഒരു വാർത്തയാണ് വരാൻ പോകുന്നതെന്ന് ആരും കരുതിയില്ല. ഒരു വീട്ടിൽ നിന്ന് കറുത്ത പുക ഉയരുന്നു. അയൽവാസികൾ അത് ശ്രദ്ധിക്കുന്നു. ആദ്യം എല്ലാവരും കരുതി ഒരു സാധാരണ തീപിടുത്തമാകാമെന്ന്. പക്ഷേ പോലീസും അഗ്നിശമന സേനയും വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ അവർ കണ്ടത് കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കൊലപാതകങ്ങളിലൊന്നായിരുന്നു. ഉദ്യോഗസ്ഥർ കണ്ട കാഴ്ച അതീവ ദാരുണമായിരുന്നു. വീടിനുള്ളിൽ 4 കുടുംബാംഗങ്ങൾ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. തുടർന്നുള്ള പരിശോധനയിൽ മരിച്ചവർ പ്രൊഫസർ രാജതങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കരോളിൻ, കുടുംബാംഗമായ ലളിത എന്നിവരാണെന്ന് മനസ്സിലാക്കുന്നു. വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധിച്ച അയൽവാസികളാണ് അഗ്നിശമന സേനയെയും പോലീസിനെയും വിവരമറിയിച്ചത്. ആദ്യഘട്ടത്തിൽ തീപിടുത്തമാണോ എന്ന സംശയം ഉണ്ടായിരുന്നുവെങ്കിലും വിശദമായ അന്വേഷണത്തിൽ ഇത് കൊലപാതക കേസാണെന്ന് പോലീസ് കണ്ടെത്തി. അതേസമയം അന്വേഷണ സംഘം കണ്ടെത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ മകനായ കേഡൽ ജീൻസൺ രാജയെ കാണാനില്ലായിരുന്നു. ഇതോടെ അന്വേഷണം അദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിച്ചു. എവിടെയാണ് കേഡൽ? എന്തുകൊണ്ട് സംഭവ സ്ഥലത്തില്ല? പോലീസ് വിവിധ സ്ഥലങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിച്ചു. അതിനിടെ സംഭവ സ്ഥലത്ത് ഫോറൻസിക് തെളിവുകളും മറ്റു വിവരങ്ങളും ശേഖരിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് കേഡലിനെ കണ്ടെത്തുന്നു. സംഭവ സ്ഥലത്തെ പരിശോധനയിൽ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ഇത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമായിരിക്കുമെന്ന് അന്വേഷണ സംഘം സംശയിച്ചു. അന്വേഷണം പുരോഗമിച്ചതോടെ വീട്ടിലെ മകൻ കേഡൽ ജീൻസൺ രാജയാണ് കേസിലെ പ്രധാന പ്രതിയെന്ന് പോലീസ് കണ്ടെത്തി. പിന്നീട് കേഡലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണുണ്ടായത്. വിചാരണയ്ക്കിടെ വിവിധ വാദങ്ങൾ ഉയർന്നു. പ്രതിഭാഗം മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം പ്രോസിക്യൂഷൻ സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും സാക്ഷിമൊഴികളും അവതരിപ്പിച്ചു. കോടതി വർഷങ്ങളോളം കേസിലെ തെളിവുകൾ വിശദമായി പരിശോധിച്ചു. ഓരോ തെളിവുകളും ഓരോ സാക്ഷിമൊഴിയും പ്രത്യേകം വിലയിരുത്തിയ ശേഷമാണ് കോടതി അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തിനായിരിക്കും കേഡൽ ഈ ക്രൂരകൃത്യം ചെയ്തത്? അതും സ്വന്തം കുടുംബത്തെ തന്നെ. 2017 ഏപ്രിലിൽ കേരളത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത വരുന്നു. തിരുവനന്തപുരം നന്ദൻകോട് പ്രദേശത്ത് കേരളത്തെ നടുക്കിയ ഒരു കൂട്ടക്കൊല. ഒരു വീട്ടിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് അതൊരു സാധാരണ തീപിടുത്തമല്ലെന്നും 4 പേരുടെ മരണത്തിലേക്ക് നയിച്ച ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും വ്യക്തമായത്. മരിച്ചത് ഒരേ കുടുംബത്തിലെ 4 പേർ. അച്ഛൻ പ്രൊഫസർ രാജതങ്കം, അമ്മ ഡോക്ടർ ജീൻ പത്മ, സഹോദരി കരോളിൻ, അമ്മയുടെ സഹോദരി ലളിത. ഈ 4 പേരാണ് ക്രൂരമായ കൊലപാതകത്തിന് ഇരയാക്കപ്പെട്ടത്. എന്തിനായിരിക്കും കേഡൽ ഈ കുറ്റകൃത്യം ചെയ്തത്? തുടർച്ചയായ വെബ് സീരീസ് കാഴ്ചകളിൽ നിന്നും സോംബി, ഗോ ബൂം പോലുള്ള ക്രൂരമായ ഗെയിമുകളിൽ നിന്നുമാണ് കേഡൽ കൊലപാതകത്തിന്റെ രീതികൾ ആസൂത്രണം ചെയ്തത്. കൊലപാതകങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതിനായി അവൻ ഓൺലൈൻ പോർട്ടൽ വഴി ഒരു സ്റ്റാൻലി കാർപെൻറ്റർ മഴുവും ചോപ്പറും വാങ്ങി. കൊലപാതകത്തിന് തൊട്ടു മുമ്പത്തെ ദിവസം ഏപ്രിൽ 4 തെളിവ് നശിപ്പിക്കുന്നതിനായി അവൻ ഫ്ലോർ ക്ലീനർ, മോപ്പ്, കറുത്ത പോളിത്തീൻ കവറുകൾ, പെട്രോൾ എന്നിവ വാങ്ങി സൂക്ഷിച്ചു. അങ്ങനെ ആ ദിവസം കടന്നുപോയി. ഏപ്രിൽ 5 രാവിലെ തന്നെ തന്റെ മുറിയിലേക്ക് ഓരോരുത്തരെയായി കമ്പ്യൂട്ടറിലെ ചില വിവരങ്ങൾ കാണിക്കാനെന്ന വ്യാജേന വിളിച്ചു വരുത്തി. പുറകിൽ നിന്നും മഴുകൊണ്ട് തലയ്ക്ക് വെട്ടിയാണ് അവൻ കൊലപ്പെടുത്തിയത്. 3 പേരെയും കൊലപ്പെടുത്തിയ ശേഷം കേഡൽ മൃതദേഹങ്ങൾ ശുചിമുറിയിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നു. ഏപ്രിൽ 7 രാത്രിയാണ് അന്ധയായ ലളിതയെ കേഡൽ കൊലപ്പെടുത്തി ബെഡ്ഷീറ്റിൽ പൊതിയുന്നത്. ഈ ആഡംബര വീട്ടിൽ ജീവിച്ചിരുന്ന കുടുംബാംഗങ്ങളിൽ ഓരോരുത്തരുടെയും പശ്ചാത്തലവും അവർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട രീതിയും പരിശോധിച്ചാൽ കുറ്റകൃത്യത്തിന്റെ ക്രമീകൃതമായ സ്വഭാവം മനസ്സിലാകും. കേഡലിന്റെ അമ്മയായ 56 വയസ്സുകാരി ഡോക്ടർ ജീൻ പത്മ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. വിരമിച്ച ശേഷം വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു ഡോക്ടർ ജീൻ പത്മ. ഡോക്ടർ ജീൻ പത്മയെ 2017 ഏപ്രിൽ 5 രാവിലെ 10:30 കേഡൽ ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ഗ്രേസ് ഗാർഡൻ എന്ന വലിയ ആഡംബര വീട്ടിലെ അന്തരീക്ഷം പുറമെ സുരക്ഷിതമാണെന്ന് തോന്നിച്ചിരുന്നുവെങ്കിലും ഉള്ളിൽ തികച്ചും യാന്ത്രികവും വികലവുമായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും തമിഴ്നാട്ടിൽ വലിയ കൃഷിയിടങ്ങളും ഉണ്ടായിരുന്നിട്ടും കുടുംബാംഗങ്ങൾക്കിടയിൽ ഊഷ്മളമായ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഒരേ വീട്ടിൽ കഴിഞ്ഞിട്ടും നേരിട്ട് സംസാരിക്കുന്നതിന് പകരം മൊബൈൽ ഫോൺ സന്ദേശങ്ങളിലൂടെയായിരുന്നു ഈ കുടുംബങ്ങളിലെ അംഗങ്ങൾ ആശയവിനിമയം നടത്തിയിരുന്നത്. ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് പോലും പലപ്പോഴും വാട്സാപ്പ് സന്ദേശങ്ങൾ വഴിയായിരുന്നു.
എന്തിനായിരിക്കാം കേഡൽ ഇങ്ങനെയൊരു ക്രൂരകൃത്യം ചെയ്തത്? കേഡലിന്റെ പരാജയങ്ങളെ അച്ഛൻ രാജതങ്കം നിരന്തരം കുറ്റപ്പെടുത്തിയിരുന്നത് കേഡലിന്റെ ഉള്ളിൽ കടുത്ത വിദ്വേഷം വളർത്തി. അതേപോലെ തന്നെ തന്റെ അമ്മയും സഹോദരിയും തന്നെ പൂർണ്ണമായി അവഗണിക്കുകയാണെന്നും അമ്മ വിദേശത്ത് ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നതും സഹോദരി കരോലിൻ വിദേശത്തേക്ക് ഉപരിപഠനത്തിന് പോകാൻ തീരുമാനിച്ചതും തന്നെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താനാണെന്ന് കേഡൽ അന്ധമായി വിശ്വസിച്ചു. ഈ അടക്കാനാവാത്ത പകയാണ് കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും ഇല്ലാതാക്കാൻ അവനെ പ്രേരിപ്പിച്ചത്. വ്യാജ സോഫ്റ്റ്വെയർ കരിയറും ഏകാന്തതയിലെ ഡിജിറ്റൽ ലോകവും സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകളിൽ നിന്ന് രക്ഷപ്പെടാനുമായി കേഡൽ താനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്നും സ്വന്തമായി ഗെയിം ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർ നിർമ്മിക്കുകയാണെന്നുമുള്ള വ്യാജാവകാശവാദം ഉന്നയിക്കുകയാണ് ഉണ്ടായത്. തന്റെ മുറിക്കുള്ളിൽ അത്യാധുനിക കമ്പ്യൂട്ടറുകളും ഗെയിമിംഗ് ഉപകരണങ്ങളും ക്രമീകരിച്ച് മണിക്കൂറുകളോളം അടച്ചിരുന്ന് അവൻ ജോലി അഭിനയിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ തന്റെ പരാജയങ്ങളിൽ നിന്നും അപകർഷതാബോധത്തിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോട്ട മാർഗമായി മാത്രമാണ് അവൻ ഈ സാങ്കേതിക വിദ്യകളെ ഉപയോഗിച്ചിരുന്നത്. മുറിക്കുള്ളിലെ ഈ ഏകാന്തത ജീവിതത്തിൽ അവൻ അക്രമാസക്തമായ കമ്പ്യൂട്ടർ ഗെയിമുകളിലേക്കും കൊലപാതക രംഗങ്ങളടങ്ങിയ വെബ് സീരീസുകളിലേക്കും ആകൃഷ്ടനാവുകയായിരുന്നു. സമൂഹത്തിൽ ഉന്നത പദവികൾ അലങ്കരിച്ചിരുന്ന മാതാപിതാക്കളുടെ വലിയ അക്കാദമിക് പ്രതീക്ഷകൾ കേഡലിന് താങ്ങാനാകുന്നതിലും അപ്പുറമുള്ള കടുത്ത മാനസിക സമ്മർദ്ദമാണ് സൃഷ്ടിച്ചത്. അവന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അവനെ ഒരു ഡോക്ടറാക്കാൻ മാതാപിതാക്കൾ ആഗ്രഹിച്ചു. ഇതിനായി കേഡലിനെ യുക്രൈനിലേക്ക് MBBS പഠനത്തിനായി അയച്ചുവെങ്കിലും ഏഷ്യക്കാർക്കെതിരായ വെളുത്ത വർഗ്ഗക്കാരുടെ വംശീയ ആക്രമണങ്ങളെ തുടർന്ന് പഠനം പൂർത്തിയാക്കാതെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. പിന്നീട് ഓസ്ട്രേലിയയിൽ BTech പഠനത്തിനായി അയച്ചുവെങ്കിലും കനത്ത സാമ്പത്തിക ചിലവുകൾ ഉണ്ടായിട്ടും ആ പഠനവും പൂർത്തിയാക്കാൻ അവന് കഴിഞ്ഞില്ല. തുടർന്നുണ്ടായ ഈ അക്കാദമിക് പരാജയങ്ങൾ കാരണം അച്ഛൻ രാജതങ്കത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും അവന് കടുത്ത അവഗണനയും പരിഹാസവും നേരിടേണ്ടി വന്നു. കേരളത്തിലെ ക്രിമിനൽ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതും പൊതുസമൂഹത്തെ ഒന്നടങ്കം നടുക്കിയതുമായ ഒരു ദാരുണ സംഭവമാണ് 2017 ഏപ്രിൽ തിരുവനന്തപുരം നന്ദൻകോട് ബ്രെയിൻസ് കോമ്പൗണ്ടിലെ ഗ്രേസ് ഗാർഡൻ എന്ന ആഡംബര വസതിയിൽ അരങ്ങേറിയത്. ബാല്യകാലവും മാനസികാരോഗ്യ അസ്വസ്ഥതകളും കൗമാരത്തിലെ അസ്ഥിരതയും കുടുംബത്തിന്റെ വീഴ്ചയും കേഡൽ ജിൻസൺ രാജയുടെ കുട്ടിക്കാലം സാധാരണ രീതിയിലുള്ള ഒന്നായിരുന്നില്ലെന്നും ചെറുപ്പം മുതൽക്കേ അവൻ കടുത്ത മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നുവെന്നും കോടതി രേഖകൾ വ്യക്തമാക്കുന്നു. 2025 തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി കേഡൽ ജിൻസൺ രാജയെ 4 കൊലപാതകങ്ങളിലും കുറ്റക്കാരനായി കണ്ടെത്തി. കോടതി അദ്ദേഹത്തിന് 4 ജീവപര്യന്തവും തടവ് ശിക്ഷയും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് അധിക ശിക്ഷയും വിധിച്ചു. കൂടാതെ 15 ലക്ഷം രൂപ പിഴയും ചുമത്തി.